ഷംസുദ്ദീൻ മൗലവിയായിട്ടിരിക്കുന്ന കാലഘട്ടം വന്ന്. അപ്പം ഈ കാലഘട്ടത്തോട് അടുത്ത് പിന്നെ ഞങ്ങൾ തഴവ ഉസ്താദിനെ ഞാൻ അന്നസീമിലായി കഴിഞ്ഞപ്പോഴേ അദ്ദേഹത്തിൻ്റെ പിന്നെ കവിതകൾ പിന്നെ അന്നസീമിലേക്ക് വരും. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത് കൊടുക്കലുണ്ട്. എഡിറ്റ് ചെയ്യാൻ തിരുത്തലൊന്നും ഇല്ല, തിരുത്തലൊന്നും ഇല്ല, അങ്ങോട്ട് കൊടുക്കലേ ഉള്ളു. തഴവ ഉസ്താദ് എന്ന് പറഞ്ഞിരുന്നാൽ അന്നും ദീർഘമായ പിന്നെ പ്രഭാഷണങ്ങളാണ് അദ്ദേഹത്തിന്. അദ്ദേഹം കൃത്യമായി പിന്നെ പ്രസംഗിക്കാനായിട്ട് നിൽക്കും. ഓരോ സ്ഥലത്ത് പ്രസംഗിക്കാനായിട്ട് കൃത്യമായി നിന്ന് കഴിഞ്ഞാൽ പിന്നെ 8-10 എന്ന് പറഞ്ഞാൽ 10 ആകുമ്പോൾ ടപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നിന്നാലും അവിടെ ടപ്പ് നിർത്തി. അതാണ് ശൈലി. അതാണ് ശൈലിക്കാൻ സമയം കിട്ടിയിട്ടില്ല. ദൂരെയൊക്കെയാണ് കൂടുതൽ പ്രസംഗങ്ങൾ നടക്കുന്നത്. വലിയ മതിപ്പാണ് നമ്മുടെ ഉള്ളിനകത്ത്. കാരണം എന്നറിയാം, അദ്ദേഹത്തിൻ്റെ ശൈലി അതാണ്. പിന്നെ ഒരു വാക്കും പാഴ്വാക്കുകളായിട്ട് അദ്ദേഹം പറഞ്ഞു നീക്കത്തില്ല. ശബ്ദത്തോരണികളെല്ലാം അതാണ്. പിന്നെ എല്ലാം ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞതിന് ശേഷവും പിന്നെ അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടം അടുക്കുമ്പോഴും പിന്നെ അദ്ദേഹത്തിൻ്റെ കവിതകൾ എടുത്ത് നോക്കിയിരുന്നാൽ കാണുന്നത് ഈ നമ്മൾ പിന്നെ പരിശോധിക്കുന്ന ആ കാലഘട്ടത്തിൽ മവാഹിബുൽ ജലിയ ഒക്കെ വരുന്ന കാലത്ത് ഷംസുദ്ദീൻ മൗലവി ഉസ്താദാണ് എൻ്റെ കയ്യിലേക്ക് എടുത്തു തരുന്നത്. പിന്നെ അന്നസീമിലേക്ക് തരുവാൻ വേണ്ടി അങ്ങനെ ഞാൻ കൊടുക്കുന്നതാണ്. അപ്പം അതൊക്കെ എടുത്ത് നോക്കിയാൽ ഒരൊറ്റ വരി രേഖാമൂലമല്ലാത്തതില്ല അദ്ദേഹത്തിൻ്റെ. എല്ലാം രേഖാമൂലം. പിന്നെ എല്ലാം പ്രയോജനപ്രദം. പാഴ്വരികളുമില്ല, പാഴ്വരികളില്ല, പ്രയോജനപ്രദം. എല്ലാവർക്കും പ്രയോജനം. ഏതാ പഠിച്ചവർക്കും പ്രയോജനം, പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും പ്രയോജനം, എല്ലാവർക്കും പ്രയോജനമാണ്. അങ്ങനെയുള്ള ഒരു കവിതാ ശൈലിയാണ് അദ്ദേഹത്തിൻ്റെ ശൈലി. പിന്നെ ഉദ്ദേശിക്കുമ്പോഴെല്ലാം അദ്ദേഹത്തിന് കവിതകൾ വന്നുകൊണ്ടിരിക്കും. തോന്നുന്ന എല്ലാ കവിത തന്നെ, മനസ്സിലായില്ലേ? പറയുന്ന എല്ലാ കവിതയിൽ പറയാം. ഒരു ആശുപത്രിയിൽ കിടന്ന് 4-5 ദിവസം ഒരു ആശുപത്രിയിൽ കിടന്നിരുന്നു. ഇറങ്ങുന്ന അവസരത്തിൽ അവിടുത്തെ തൂണുകളെ പറ്റി, അവിടുത്തെ അറിയാമോ? അതൊക്കെ അദ്ദേഹത്തിന്റെ ശൈലിയായിരുന്നു. അതൊക്കെ വിജ്ഞാനം, പിന്നെ വിജ്ഞാനത്തിന്റെ ഉറവ പൊട്ടി ഒഴുകുന്നതാണ് അതുകളൊക്കെ. അതൊക്കെ അദ്ദേഹത്തിനെ പറ്റി ഇനി പറയാനുള്ളു. വേറെ എന്താ പറയാൻ നോക്കും. 2 മണിക്കൂർ പ്രസംഗം എന്ന് പറഞ്ഞാൽ ഞാൻ ആ സദസ്സിൽ ഇരുന്നിട്ടുണ്ട്, പങ്കെടുത്തിട്ടുണ്ട്. അന്നല്ല 2 മണിക്കൂർ ആകുമ്പോൾ കറക്റ്റ് 2 മണിക്കൂർ ആകുമ്പോൾ തീർന്നിരിക്കും. ഞാൻ സദസ്സിൽ ഇരുന്നിട്ടില്ല. അല്ലാതെ ഞാൻ തീരാൻ പോകുന്ന അവസരത്തിലേക്ക് പിന്നെ ദൂരെ നിന്നുകൊണ്ട് പിന്നെ പ്രസംഗം കേട്ടിട്ടുണ്ട്. എവിടെയൊക്കെ പോയിട്ട് വരുന്ന സന്ദർഭങ്ങളിലാണ് കേട്ടിട്ടുള്ളത്. ഉമയനല്ലൂര് ഒരു പ്രസംഗം നടക്കുന്ന അവസരത്തിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു, സദസ്സിലില്ലായിരുന്നു. ഞാൻ നിർത്താൻ പോകുന്ന അവസരത്തിൽ അവിടെ വന്നിറങ്ങുമ്പോൾ പിന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം നിർത്തുന്നതാണ്. ഞാൻ കിളിയല്ലൂർ പള്ളിയിൽ പ്രസംഗം കഴിഞ്ഞിട്ട് ഉസ്താദിനെ വീട്ടിൽ കൊണ്ടുവിടാൻ, തഴവയിൽ കൊണ്ടുവിടാൻ അവിടുത്തെ യഹിയാമുലയുടെ കാറായിരുന്നു. നമ്മളെ ബസ് സ്റ്റാൻഡ് പള്ളി കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ വാഹനത്തിൽ ഞാനും ഉസ്താദും കൂടെ തഴവസ്ഥാനെ വീട്ടിൽ കൊണ്ടുവിട്ടു. ഇന്നും അൽഹംദുലില്ലാ ഉസ്താദിന്റെ മകന് വാപ്പ എഴുതിയേക്കാൾ കൂടുതൽ എഴുതിയിട്ടുണ്ട് കവിത. അതേപോലെ ആ ഒരു പാരമ്പര്യം ഖബർ സന്തോഷത്തിലാണ്. വളരെ എന്നെ ഇവര് പിന്നെ ഒരു ആദരവ് തരാനായിട്ട് വിളിച്ചിരുന്നു ആ കോളേജുകാരും. പിന്നെ ആ കോളേജിന്റെ പേരെന്താണ്, തഴവ ഉസ്താദിന്റെ പിന്നെ ബന്ധത്തിലുള്ളൊരു കോളേജ് ഉണ്ട് അവിടെ, ഹുദൈബിയ. എന്റെ മോൾ അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. അതായത് പിന്നെ ഹുദൈബിയ കോളേജിൽ എന്നെ ആദരവിന് വിളിച്ചിരുന്നത്. എനിക്ക് ആദരവ് തരികയുണ്ടായി. ആ യൂസുഫ് ഉസ്താദിന്റെ മോളല്ലേ നമ്മുടെ തഴവസ്ഥാന്റെ മോൻ വിവാഹം കഴിച്ചു. അങ്ങനെ ബന്ധമുണ്ട്. തഴവ ഉസ്താദുമായിട്ട് ആ കോളേജിന് ബന്ധമുണ്ട്, ഹുദൈബിയയ്ക്ക് ബന്ധമുണ്ട്. അവിടെ കുറിച്ചുള്ള ചർച്ച. അപ്പൊ അങ്ങ് 47ഓളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. 47 ഗ്രന്ഥങ്ങളാണ് എഴുതിയത്. അപ്പം ഇതില് വേറെ പിന്നെ കസീദത്തുൽ ബുർദ എഴുതിയത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഗവൺമെന്റാണ്. പിന്നെ ഞാന് ബുർദ പിന്നെ എഴുതിയിരിക്കുന്നത് പിന്നെ ഇത്തിരി സാഹിത്യ ഭംഗി കൂട്ടിയാണ് എഴുതിയത്. അത് ഇവരെടുക്കാൻ വേണ്ടിയാണ്, ഗവൺമെന്റ് എടുക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഗവൺമെന്റ് അപ്പോഴത്തെ മിനിസ്റ്റർ അപ്പോഴും തന്നെ പിന്നെ ഇവർക്ക് കൊടുത്ത് അവർ പരിശോധനയ്ക്ക് വെച്ച് ചെയ്യുന്ന ഗവൺമെന്റാണ്. പിന്നെ അതുപോലെ ഗവൺമെന്റ് നമുക്ക് രചനയ്ക്ക് പ്രചോദനമായത് എന്താണ്? അങ്ങയുടെ രചനയ്ക്ക് പ്രചോദനം ആകുന്നത് ഇത് തന്നെ. അന്നു മുതലേ പിന്നെ ദീനി പിന്നെ ഉള്ള ആകർഷണീയ ശക്തിയാണ്. പിന്നെ ആദ്യമായിട്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു വരമ്പിന്റെ പിന്നെ മുകളിലിരുന്ന് ദുആ ചെയ്ത കാര്യം. ആ അതുപോലുള്ള പിന്നെ പാടത്തിന്റെ പിന്നെ വരമ്പില് ഇരുന്നുകൊണ്ട് അതുപോലുള്ള ഘട്ടങ്ങളായിരുന്നു കൊച്ചുനാൾ മുതൽ.
അങ്ങനെയുള്ള ആ ഘട്ടങ്ങൾ വളർന്ന് പിന്നെ വന്ന് അതിൽ തന്നെ വളർന്ന് മേപ്പോട്ട് വന്നതാണ്. അങ്ങനെ നമുക്ക് ദീനീ ചിട്ടയിൽ തന്നെ ദീനീ പഠനത്തിനായിട്ട് തന്നെ ഉള്ള അവസരങ്ങൾ അള്ളാഹു നമുക്ക് വളരെ കൂടുതലായിട്ട് തന്ന അള്ളാഹുവിന് ഒരുപാട് ശുക്ർ അള്ളാഹുവിന് നമ്മൾ അർപ്പിക്കാനുണ്ട്. അങ്ങനെ മുന്നോട്ട് നീങ്ങിയത് അള്ളാഹു പിന്നെ അങ്ങേ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ വാർദ്ധക്യ സാഹചര്യത്തിലും ഗതകാല ജീവിതത്തിലെ ഓർമ്മകളെല്ലാം ഓർത്തെടുത്ത് വളരെ പ്രാധാന്യപൂർവം വളരെ സന്തോഷത്തോടുകൂടി വലിയ ഊർജ്ജസ്വലതയോടുകൂടി ഗതകാല ജീവിതത്തിലെ ഓർമ്മകൾ അയവിറക്കിയതിലും വിലമതിക്കാനാകാത്ത ഒട്ടനവധി കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു തന്നതിലും അതിയായ ബഹുമാനവും സന്തോഷവുമുണ്ട്. അഖിലാദിനാഥനായ പടച്ചതമ്പുരാൻ അങ്ങേക്ക് ദീർഘായുസ്സും നല്ല ഓർമ്മശക്തിയും ഇനിയും കൂടുതൽ കൂടുതൽ മികവ് പുലർത്താൻ അള്ളാഹു വലിയ തൗഫീഖും നൽകി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ രചനകൾ, പ്രഭാഷണങ്ങൾ, അവിടുത്തെ സേവനങ്ങൾ, ദീനീ രംഗത്തുള്ള സേവനങ്ങളെല്ലാം അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. വളരെ ബഹുമാനമുണ്ട് അങ്ങയിൽ കണ്ടത്. അള്ളാഹു തആല അങ്ങക്ക് ഉന്നതമായ ദർജ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.